നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി മിഡീസ് അവർ നമുക്ക് ആരംഭിക്കാം. പ്രവാസി വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ ആധാർ ID ആവശ്യമില്ലെന്ന് CBSE. ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമാകും ആധാർ നിർബന്ധമാവുക. ആധാർ കാർഡ് ഇല്ലാത്തതിനാൽ ആധാർ ID തയ്യാറാക്കാൻ കഴിയാത്ത പ്രവാസി വിദ്യാർത്ഥികളുടെ ആശങ്ക മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് തീരുമാനം. മീഡിയ വൺ ബിഗ് ഇംപാക്ട്. വിദ്യാർത്ഥികളുടെ അക്കാഡമിക രേഖകൾ 12 ഏകീകൃത നമ്പറിന് കീഴിലാക്കുന്നതിന് ഓരോ വിദ്യാർത്ഥികൾക്കും ആധാർ നമ്പർ തയ്യാറാക്കാൻ ഗൾഫിലെ സ്കൂളുകൾക്കും CBSE നിർദ്ദേശം നൽകിയിരുന്നു. ആധാർ IDയിലെ വിദ്യാർത്ഥികളുടെ പേരും മേൽവിലാസവും ആധാർ കാർഡിന്റെ അടിസ്ഥാനത്തിലാണ് ഉറപ്പാക്കേണ്ടത്. എന്നാൽ ഭൂരിപക്ഷം പ്രവാസികൾക്കും ആധാർ കാർഡില്ല. ഗൾഫിലെ സ്കൂളുകളിൽ ഇന്ത്യക്കാരല്ലാത്ത വിദ്യാർത്ഥികളും CBSE സിലബസിൽ പഠിക്കുന്നുമുണ്ട്. 9 മുതൽ 12 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ പരീക്ഷാ രജിസ്ട്രേഷന് CBSE ആധാർ ID ആവശ്യപ്പെടാനും തീരുമാനിച്ചിരുന്നു. ആധാറില്ലാത്ത പ്രവാസി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എങ്ങനെ ആധാർ നമ്പർ തയ്യാറാക്കുമെന്ന ആശങ്കയിലായിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഗൾഫിലെ സ്കൂളുകൾ ദുബൈയിലെ CBSE മേഖലാ ഓഫീസിനെ സമീപിച്ചിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച വ്യക്തമായ മറുപടി ലഭിച്ചിരുന്നില്ല. ഇന്നലെ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള മാനദണ്ഡങ്ങൾ സംബന്ധിച്ച് CBSE പുറത്തിറക്കിയ നോട്ടിഫിക്കേഷനിലാണ് പ്രവാസി വിദ്യാർത്ഥികൾക്ക് ആധാർ നമ്പർ ബാധകമാക്കേണ്ടതില്ല എന്ന് CBSE തീരുമാനിച്ചത്. വിദേശത്തെ സ്കൂളുകളിൽ ആധാർ ID തയ്യാറാക്കാൻ ഭരണപരമായ തടസ്സങ്ങളുള്ളതിനാൽ അവരെ ഈ നിബന്ധനയിൽ നിന്ന് ഒഴിവാക്കുന്നുവെന്നാണ് CBSEയുടെ നോട്ടിഫിക്കേഷൻ. തീരുമാനം പ്രവാസി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വലിയ ആശ്വാസമാകും. ഷിനോജ് ഷംസുദ്ദീൻ, മീഡിയ വൺ, ദുബായ്. വിവരങ്ങൾ നൽകാനായി ദുബൈയിൽ നിന്ന് ഷിനോജ് ഷംസുദ്ദീൻ തത്സമയം ചേരുന്നുണ്ട്. ഷിനോജ, ഈ ആധാർ ID നിർബന്ധമാക്കാനുള്ള തീരുമാനം അത് പ്രവാസി വിദ്യാർത്ഥികളെ എത്രത്തോളം പ്രതിസന്ധിയിലാക്കുമെന്നുള്ള കാര്യം മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെയൊരു നടപടി CBSEയുടെ ഭാഗത്തുനിന്ന് വരുന്നു. അപ്പോൾ ആശങ്ക ഒഴിവാക്കാം അല്ലേ? അടുത്ത ദിവസങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോൾ നാട്ടിലൊക്കെ ഇപ്പോൾ വിദ്യാർത്ഥികൾ CBSE വിദ്യാർത്ഥികളിൽ നിന്ന് അവരുടെ രക്ഷിതാക്കളിൽ നിന്ന് ആധാർ കാർഡ് വാങ്ങി ആധാർ നമ്പർ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയ പുരോഗമിക്കുകയാണ്. അപ്പോൾ ഗൾഫിലും ഇത്തരത്തിൽ ആധാർ ID ഓരോ വിദ്യാർത്ഥിയും ഉണ്ടാക്കണം എന്നുള്ളൊരു നിർദ്ദേശം നേരത്തെ CBSEയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെ പരീക്ഷയുടെ മാനദണ്ഡം സംബന്ധിച്ച ഒരു നോട്ടിഫിക്കേഷൻ CBSE പുറത്തിറക്കിയിട്ടുണ്ട്. അതിലാണ് ഇക്കാര്യം വ്യക്തമായിട്ട് പറയുന്നത്. വിദേശ രാജ്യത്ത് നിന്ന് പരീക്ഷ എഴുതുന്ന CBSE വിദ്യാർത്ഥികൾക്ക് ആധാർ ID നിർബന്ധമില്ല എന്നാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. അതിൽ പറയുന്നത് ഈ വിദേശ രാജ്യങ്ങളിൽ ഈ ആധാർ ഇല്ലാത്തതും അതുകൊണ്ട് തന്നെ ആധാർ ID ഉണ്ടാക്കുന്നതിനും ഭരണപരമായ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ തൽക്കാലം ആധാർ IDക്ക് കീഴിലേക്ക് വിദേശത്തെ വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്നില്ല എന്നാണ് CBSE വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു 12 ഡിജിറ്റുള്ള നമ്പറിന് കീഴിൽ എല്ലാ വിദ്യാർത്ഥികളുടെയും അക്കാദമിക രേഖകൾ, അതേപോലെ തന്നെ അവരുടെ കല, കായികം തുടങ്ങി അവർ നേടുന്ന അംഗീകാരങ്ങളെല്ലാം ഇതിന് ഈ ആധാർ IDക്ക് കീഴിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചത്. പക്ഷേ ഗൾഫിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പലർക്കും ആധാർ കാർഡ് ഇല്ല, പ്രവാസികൾക്ക് ആധാർ നിർബന്ധമില്ല എന്നായിരുന്നു അടുത്ത കാലം വരെയുള്ള തീരുമാനം. ഇതിനെ തുടർന്ന് ഭൂരിഭാഗം പ്രവാസികളും ആധാർ കാർഡ് എടുത്തിട്ടില്ല. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ആധാർ കാർഡ് ഇല്ല. ഇനി ആധാർ ID ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ഇവർ ആധാർ കാർഡ് ഉണ്ടാക്കണം. അതിന് നാട്ടിലേക്ക് യാത്ര ചെയ്യേണ്ടി വരും തുടങ്ങിയ ആശങ്കകളാണ് പ്രവാസി രക്ഷിതാക്കൾക്കുണ്ടായിരുന്നത്. ആ ആശങ്ക ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്. അമൃത. ശരി, ഷിനോജ് ഷംസുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. ഗസ സിറ്റിക്ക് നേരെയുള്ള ആക്രമണം ഉപേക്ഷിക്കണമെന്ന UN അഭ്യർത്ഥന തള്ളിയ ഇസ്രായേൽ കൊടും ക്രൂരത തുടരുന്നു. സൈത്തൂൺ പ്രദേശത്തെ 1500 വീടുകൾ സൈന്യം ഇടിച്ചു നിരത്തി. ആയിരങ്ങൾ പ്രദേശത്ത് നിന്ന് എങ്ങോട്ടെന്നില്ലാതെ പലായനം ചെയ്യുകയാണ്. സഹായം തേടിയെത്തിയ 19 പേരുൾപ്പെടെ 52 പേർ ഇന്ന് മാത്രം കൊല്ലപ്പെട്ടു. ഗസയിൽ നിരുപാധികവും സുസ്ഥിരവുമായ വെടിനിർത്തൽ ഉടൻ വേണമെന്ന് UN രക്ഷാസമിതി ആവശ്യപ്പെട്ടു. സംയുക്ത പ്രസ്താവനയിൽ നിന്ന് അമേരിക്ക വിട്ടുനിന്നു. ഗസയിൽ പട്ടിണി മൂലം 10 പേർ കൂടി മരിച്ചു. യമൻ തലസ്ഥാനമായ സനായിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തി. MCA നാസർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, ഇത് പലായനം അതിഭീകരമായി നടക്കുന്നുണ്ട്. എങ്ങോട്ട് എന്ന അറിയാത്ത രീതിയിലാണ് അവിടുത്തെ ജനങ്ങൾ കഴിയുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശങ്ങളും പാലിക്കുന്നില്ല എന്നാണോ?
അവിടുന്ന് ഇന്നലെ രാത്രി ചേർന്ന ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അതിൻ്റെ രക്ഷാസമിതി യോഗം ഔദ്യോഗികമായി തന്നെ ഒരു സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. എത്രയും പെട്ടെന്ന് ഈ ഒരു യുദ്ധവിരാമം ഉണ്ടാകേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഏറ്റവും എളുപ്പത്തിൽ തന്നെ ഈ പട്ടിണി മറികടക്കാനുള്ള അതിശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ചുരുങ്ങിയത് 41,000-ത്തിലധികം കുഞ്ഞുങ്ങളുടെ ജീവൻ അപകടത്തിലാവും. കാരണം അത്രമാത്രം കുഞ്ഞുങ്ങളാണ് നരകതുല്യമായിട്ടുള്ളൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ആ പട്ടിണി മരണം ചെറുക്കാൻ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു നീക്കം എന്ന നിലയ്ക്ക് ഉപാധികളില്ലാത്ത അതോടൊപ്പം തന്നെ ശാശ്വതമായിട്ടുള്ള ഒരു യുദ്ധവിരാമമാണ് ഏറ്റവും അനിവാര്യമായി വേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ മുന്നോട്ട് നീക്കണമെന്നാണ് എല്ലാ രക്ഷാസമിതി അംഗങ്ങളും ഒരുപോലെ ആവശ്യപ്പെട്ടത്. അതിൽ അമേരിക്ക മാത്രമാണ് ഈ സംയുക്ത പ്രസ്താവനയിൽ നിന്ന് വിട്ടുനിന്ന് ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം വീണ്ടും കൈക്കൊണ്ടിരിക്കുന്നത്. മറ്റെല്ലാ രാജ്യങ്ങളും ചൈനയും റഷ്യയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രക്ഷാസമിതിയിലെ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിന്ന് ഈ സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ബന്ദികളെയും നിരുപാധികം തന്നെ വിട്ടയക്കാൻ ഹമാസിനോടും ഈ സംയുക്ത പ്രസ്താവനയിൽ രക്ഷാസമിതി ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ തുടർച്ച എന്ന നിലയ്ക്കാണെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് തന്റേതായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രസ്താവന കൂടി പുറപ്പെടുവിച്ചത്. അതിൽ പറയുന്നത് ഇപ്പോൾ ഗസ സിറ്റിക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണ പദ്ധതി അത് പൂർണ്ണമായിട്ടും ഇസ്രായേൽ അതിൽ നിന്ന് പിൻവാങ്ങിയിട്ടില്ല എങ്കിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഏറ്റവും കടുത്ത പ്രത്യാഘാതങ്ങളായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കാരണം അവരുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ഒരു സംവിധാനവും ഇല്ലാതെയാണ് ഇത്രയും വിപുലമായിട്ടുള്ള ഒരു ആക്രമണ പദ്ധതിയുമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. അതിൽ നിന്ന് അവർ പിന്തിരിയണം എന്ന് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പ്രതികരണമാണ് UN സെക്രട്ടറി ജനറലും ആവർത്തിച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെയും തൃണവൽഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതൊക്കെയും തിരസ്കരിച്ചുകൊണ്ടുള്ള ഒരു സമീപനവുമായിട്ട് ഇസ്രായേൽ നേതൃത്വം, സൈനിക നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും മുന്നോട്ട് പോവുകയാണ്. ഇസ്രായേലിനുള്ളിലും ആഭ്യന്തര തലത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ തുടരുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഗസ സിറ്റിയിലേക്കുള്ള ഈ കടന്നാക്രമണം, ഈ അധിനിവേശം, ഈ വംശഹത്യ അതിക്രൂരമായിട്ടുള്ള രീതിയിൽ തുടരുന്നത്. സൈത്തൂൻ പ്രവിശ്യയിൽ മാത്രം 1500ഓളം വസതികൾ പൂർണ്ണമായിട്ടും ഇടിച്ചു നിരപ്പാക്കിക്കൊണ്ട് എല്ലാ കെട്ടിടങ്ങളും തകർത്ത് എറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ സേനയുടെ മുന്നോട്ടുള്ള നീക്കം തുടരുന്നത്. ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് ഹമാസിന്റെ ഭാഗത്തു നിന്നും തുടരുന്നുണ്ട്. പക്ഷേ നമുക്കറിയാൻ സാധിക്കും ഏറ്റവും നവീനമായിട്ടുള്ള ആയുധങ്ങളും വ്യോമാക്രമണവും തുടർന്നുകൊണ്ട് നിരപരാധികളുടെ വേട്ട അതിശക്തമായിട്ട് തുടരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം ഗസ സിറ്റി പൂർണ്ണമായും പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ നിലപാട്. തുടക്കം തൊട്ട് തന്നെ അവരത് ആവർത്തിച്ച് പറയുകയുമാണ്. ഇപ്പോൾ പല കോണുകളിൽ നിന്ന് എതിരഭിപ്രായങ്ങൾ ഉയരുമ്പോഴും ആ നിലപാടിൽ നിന്ന് മാറ്റമില്ല, പിന്നോട്ടില്ല എന്നുറച്ചു നിൽക്കുകയാണോ ഇസ്രായേൽ? അവിടുത്തെ തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ ധനമന്ത്രി കൂടിയായിട്ടുള്ള സ്മോട്രിക്കിന്റെ പ്രസ്താവന അല്പം മുമ്പ് പുറത്തു വന്നിട്ടുണ്ട്. ഒരു വിധത്തിലുള്ള ഒത്തുതീർപ്പിനും ഇസ്രായേൽ വഴങ്ങാൻ പാടില്ല. വെടിനിർത്തൽ എന്നത് ഈ ഘട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതിശക്തമായിട്ടുള്ള ആക്രമണം നടത്തുകയും, കാരണം ഹമാസിനെ തകർക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സന്ദർഭമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അതുകൊണ്ട് ഹമാസിനെ പൂർണ്ണമായിട്ടും തകർക്കുക, അതിനുവേണ്ടി ഗസയിലേക്കുള്ള ഈ ആക്രമണവും ആ പദ്ധതിയും യാതൊരു വിഘ്നവും കൂടാതെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. പുറത്തുനിന്നുള്ള ഒരു ശക്തികളുടെയും ഇടപെടൽ ഈ ഘട്ടത്തിൽ അനുവദിക്കാൻ പാടില്ല എന്നതുൾപ്പെടെ വളരെ പ്രകോപനപരമായിട്ടുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ തീവ്ര വലതുപക്ഷ മന്ത്രി കൂടിയായിട്ടുള്ള സ്മോട്രിക്ക്, അതോടൊപ്പം തന്നെ ബെൻഗവിർ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ കൈക്കൊണ്ടിരിക്കുന്നത്. അവർ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വെടിനിർത്തലിനുള്ള സമ്മർദ്ദങ്ങൾ പല തലങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. പക്ഷേ അത്തരം നീക്കങ്ങളോട് ഒരു നിലയ്ക്കും സഹകരിക്കാൻ പാടില്ല. ആ നീക്കങ്ങളോട് സഹകരിക്കുകയാണെങ്കിൽ ഈ സർക്കാർ നിലംപതിക്കും. അത്തരമൊരു ആത്മഹത്യാപരമായിട്ടുള്ള നീക്കവുമായിട്ട് നെതന്യാഹു മുന്നോട്ട് പോകില്ല എന്ന ഒരു പ്രതീക്ഷയിലാണ് തീവ്ര വലതുപക്ഷ മന്ത്രിമാരും അതോടൊപ്പം തന്നെ സർക്കാരിൽ ഭാഗവാക്കായിരിക്കുന്ന കക്ഷികളും തങ്ങളുടെ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു വെടിനിർത്തലിന്റെ ഒരു സാധ്യതയോ ചർച്ചയോ ഈ ഘട്ടത്തിൽ വരുന്നില്ല. അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ അമേരിക്ക ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇസ്രായേലിന് അതിന് വഴങ്ങേണ്ടി വരും. പക്ഷെ അത്തരമൊരു നിലപാടിലേക്ക് ഇപ്പോൾ പോലും ഇസ്രായേൽ നേതൃത്വം എത്തിച്ചേർന്നിട്ടില്ല. ഇന്നലെയും വൈറ്റ് ഹൌസിൽ ഗസയുമായി ബന്ധപ്പെട്ട തിരക്കിട്ട കൂടിയാലോചനകൾ നടന്നിരുന്നു. പക്ഷെ അതൊക്കെയും യുദ്ധാനന്തര ഗസയുടെ ഭാവി എങ്ങനെ ആയിരിക്കണം, അവിടെ നിയന്ത്രണം ഏതു വിധത്തിൽ കൊണ്ടുപോകണം, അവിടേക്കുള്ള ഭക്ഷ്യവിതരണ പദ്ധതിയും മറ്റും ഏതു വിധത്തിൽ സംരക്ഷിച്ച് നിലനിർത്തണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ വൈറ്റ് ഹൌസിലെ രഹസ്യ സ്വഭാവത്തിൽ നടന്ന യോഗത്തിൽ ചർച്ചയായതെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. ഇനിയിപ്പം സെപ്റ്റംബർ 23-നാണ് UN പൊതുസഭയുടെ സമ്മേളനം നടക്കുന്നത്. അതിന്റെ ഉദ്ഘാടന സെഷനിൽ തന്നെ അമേരിക്കൻ പ്രസിഡന്റ്
പ്രസിഡന്റ് ട്രംപ് ലോകരാജ്യങ്ങളെ അഭിസംബോധന ചെയ്യുമെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ അല്പം മുമ്പ് വൈറ്റ് ഹൗസ് പുറത്തുവിട്ടിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ, കാരണം 2-3 ആഴ്ചകൾക്ക് അകം ഗസയിൽ യുദ്ധം അവസാനിക്കുമെന്ന് ഇന്നലെ തന്നെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഈ സെപ്റ്റംബർ 23 രക്ഷാസമിതി യോഗത്തിന് മുമ്പെങ്കിലും ഈ ഗസയുമായി ബന്ധപ്പെട്ട ഒരു വെടിനിർത്തലിലേക്കോ അല്ലെങ്കിൽ യുദ്ധവിരാമത്തിലേക്കോ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ, അത് ട്രംപ് നടത്തുമോ എന്നൊരു പ്രതീക്ഷ മാത്രമാണ് ഈ ഘട്ടത്തിലുള്ളത്. പക്ഷേ ആക്രമണം അതിശക്തമായിട്ട് മുന്നോട്ട് പോകാൻ നെതന്യാഹു നിർദ്ദേശം നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഈ ആക്രമണ പദ്ധതി അവസാനിപ്പിക്കണമെന്ന് കൂടി നെതന്യാഹു നിർദ്ദേശിച്ചതായിട്ടാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ. നമുക്കറിയാം, സൈത്തൂൺ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വീടുകൾ ഉൾപ്പെടെ കെട്ടിടങ്ങളൊക്കെ തന്നെ ഇടിച്ചു നിരത്തുന്ന ഇസ്രായേലിന്റെ പ്രവൃത്തികൾ തുടരുകയാണ്. അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ നിരവധി ആളുകൾ ആ പ്രദേശങ്ങളിൽ നിന്നൊക്കെ പലായനം ചെയ്യുന്നുണ്ട്. ഇത് എങ്ങോട്ടാണ് ഇവരുടെയൊക്കെ ഈ പോക്ക്? അവിടെ നമുക്കറിയാൻ സാധിക്കും. കാരണം ഇസ്രായേലിന്റെ ലക്ഷ്യം എന്നത് ഈ വടക്കൻ ഗസയും ഗസ സിറ്റി ഉൾപ്പെടെയുള്ള ആ പ്രദേശങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും പലസ്തീനികളെ പുറന്തള്ളുക, എന്നിട്ട് നേരത്തെ ആവിഷ്കരിച്ചിരിക്കുന്ന തെക്കൻ ഗസ കേന്ദ്രീകരിച്ചുള്ള വളരെ ചുരുങ്ങിയ ഒരു സ്ഥലത്ത് കോൺസെൻട്രേഷൻ ക്യാമ്പ് ഒരുക്കുകയും അവിടെ തൽക്കാലം ഈ പലസ്തീൻ സമൂഹത്തെ ഒന്നിച്ച് തളച്ചിടുക, അല്ലാത്തവരെ കൊന്നൊടുക്കുക എന്ന വളരെ ശക്തമായിട്ടുള്ള, വളരെ തീവ്രമായിട്ടുള്ള, ലജ്ജാകരമായിട്ടുള്ള ഒരു വംശഹത്യ പദ്ധതിയുമായിട്ടാണ് ഇസ്രായേൽ സൈനിക നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങളോ എതിരഭിപ്രായങ്ങളോ ഒട്ടും മുഖവിലക്കെടുക്കാതെയുള്ള ഒരു നീക്കത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും അതോടൊപ്പം തന്നെ സൈനിക മേധാവിയും രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ രാത്രിയിൽ ഇസ്രായേലിലെ സൈനിക മേധാവിയുടെ വസതിക്ക് ചുവന്ന പെയിന്റ് അടിച്ചുകൊണ്ട് തങ്ങളുടെ പ്രതിഷേധം പ്രക്ഷോഭകർ തെളിയിക്കുകയുണ്ടായി. ഇന്നലെ ജെറൂസലമിലെ നെതന്യാഹുവിന്റെ വസതിക്ക് മുമ്പിലും 10,000ങ്ങളാണ് റാലി നടത്തിയത്. ഇത് ശക്തമായിട്ടുള്ള ഇത്തരം പ്രക്ഷോഭ പരിപാടികളൊക്കെ തുടരുന്നുണ്ട് എങ്കിൽ പോലും ഒരു പകുതിയിലധികം വരുന്ന ഇസ്രായേലി സമൂഹം ഈ ഒരു വെടിനിർത്തലിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ ബന്ദികളെ വിട്ടുകിട്ടാൻ വേണ്ടി അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ തുടരുന്നുണ്ടെങ്കിൽ പോലും തൽക്കാലം അതൊക്കെ അവഗണിച്ചുകൊണ്ട് തങ്ങളുടേതായിട്ടുള്ള ഈ സൈനിക പദ്ധതി വിജയിപ്പിച്ചെടുക്കാനുള്ള നീക്കത്തിലാണ് നെതന്യാഹുവും അതോടൊപ്പം തന്നെ സൈനിക മേധാവിയായിട്ടുള്ള ഇയാൽ സാമിറും ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അതിന്റെ ആത്യന്തികമായിട്ടുള്ള ഫലം എന്നത് ആയിരക്കണക്കിന് മനുഷ്യർ വീണ്ടും കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടാകും. കാരണം ഇന്ന് മാത്രമേ ഇപ്പോൾ 52-ലധികം പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതിൽ തന്നെ ഏതാണ്ട് 16ഓളം പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഈ ഭക്ഷണത്തിന് കാത്തു നിൽക്കുന്ന ആ സമയത്ത് അവർക്ക് നേരെ വെടിയുതിർത്തുകൊണ്ടാണ് അവരെ കൊന്നൊടുക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വളരെ ക്രൂരമായിട്ടുള്ള ഈ വംശഹത്യ അതിന്റെ എല്ലാ തലങ്ങളിലും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഗസയിൽ മാത്രമല്ല, വെസ്റ്റ് ബാങ്കിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ മാത്രം നബുലസ് പട്ടണത്തിൽ മാത്രം 80 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. 100 കണക്കിന് ആളുകളെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ പലസ്തീൻ പ്രദേശങ്ങൾ, അധിനിവിഷ്ട പ്രദേശങ്ങളെ പൂർണ്ണമായിട്ടും തങ്ങളുടെ പരിധിയിൽ കൊണ്ടുവരാനുള്ള ഒരു കുൽസിതമായിട്ടുള്ള ഒരു നീക്കത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ സൈനിക രാഷ്ട്രീയ നേതൃത്വം ഏർപ്പെട്ടിരിക്കുന്നത്. അത് കേവലം ഈ പലസ്തീൻ പ്രദേശങ്ങളിൽ മാത്രം പരിമിതപ്പെടുന്നില്ല. ഇന്നലെ സിറിയക്ക് നേരെ അതിശക്തമായിട്ടുള്ള ആക്രമണം നടത്തിയിരിക്കുന്നു. ഗൊലാൻ കുന്നുകൾ ഉൾപ്പെടെയുള്ളവയുടെ മേൽ തങ്ങളുടെ അപ്രമാദിത്വം അടിച്ചേൽപ്പിക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഒരു നീക്കം ഒരു ഭാഗത്ത് നടക്കുന്നു. ഇതിപ്പോൾ അല്പം മുമ്പ് യമനിലെ സനായിൽ, യമൻ തലസ്ഥാന നഗരിയായിട്ടുള്ള സനാക്ക് നേരെ അതിശക്തമായിട്ടുള്ള വ്യോമാക്രമണം നടന്നു. അവിടെ ഹൂത്തി നേതാക്കളെ വകവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഈ ആക്രമണ പദ്ധതി എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പക്ഷേ അതിന്റെ നാശനഷ്ടങ്ങളും എത്ര പേർ കൊല്ലപ്പെട്ടു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. പക്ഷേ അതിശക്തമായിരുന്നു യമനിലെ സനായിൽ നടന്ന ആക്രമണം എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പക്ഷേ ഇതൊന്നും തന്നെ പലസ്തീൻ ജനതയോടുള്ള തങ്ങളുടെ ഐക്യപ്പെടലിൽ നിന്ന് തങ്ങളെ പിന്തിരിപ്പിക്കുകയില്ല എന്ന് ഹൂത്തി നേതൃത്വം പ്രതികരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, തെലവീവിന് നേർക്കും മറ്റും കൂടുതൽ ശക്തമായ മിസൈൽ ആക്രമണ പദ്ധതിയുമായിട്ട് തങ്ങൾ മുന്നോട്ട് പോകുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഹൂത്തികളും നൽകിയിരിക്കുന്നത്. പക്ഷേ തങ്ങളുടെ വിശാലമായിട്ടുള്ള ഗ്രേറ്റർ ഇസ്രായേൽ എന്ന ആ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന് പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് രക്ഷാസമിതിയുടെ ആ സംയുക്ത പ്രസ്താവനയിൽ നിന്ന് പോലും വിട്ടുനിന്നുകൊണ്ടുള്ള ഒരു അമേരിക്കൻ നിലപാടാണ് കൂടുതൽ നിർലജ്ജമായിട്ട് ഇപ്പോൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അമൃത. ശരി, MC നാസറാണ് ദുബൈയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.
ഗസയിലെ ദുരിതബാധിതർക്കായി കുവൈത്ത് 10 ടൺ ഭക്ഷ്യസഹായം കൂടി അയച്ചു. ജോർദനിലെ മാർക്ക മിലിറ്ററി വിമാനത്താവളത്തിൽ എത്തിച്ച സാധനങ്ങൾ റോഡ് മാർഗം ഗസയിലെത്തിക്കും. രണ്ടാഴ്ചയ്ക്കിടെ കുവൈത്ത് അയക്കുന്ന 5ാമത്തെ സഹായമാണിത്. ഇതുവരെ 70 ടൺ ഭക്ഷ്യവസ്തുക്കൾ ഈജിപ്തിലേക്കും ജോർദനിലേക്കും വിമാനങ്ങളിലൂടെ അയച്ചിരുന്നു. കുവൈത്ത് റെഡ് ക്രസന്റ് സൊസൈറ്റി വഴിയാണ് സഹായങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഗസയിലേക്കുള്ള അടിയന്തര സഹായങ്ങൾ തുടരുമെന്ന് സെക്രട്ടറി ജനറൽ ഫഹദ് അൽ മൻദീൽ വ്യക്തമാക്കി. മറ്റു വാർത്തകളിലേക്ക്. കാലാവധി കഴിഞ്ഞ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കാനുള്ള സമയപരിധി നീട്ടി ഖത്തർ. 60 ദിവസത്തേക്കാണ് നീട്ടിയത്. വാഹന ഉടമകൾക്ക് ആശ്വാസകരമാകുന്നതാണ് ഈ തീരുമാനം. രജിസ്ട്രേഷൻ പുതുക്കാൻ ആഗസ്റ്റ് 28 മുതൽ 60 ദിവസത്തെ അധിക സമയമാണ് ഖത്തർ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് അനുവദിച്ചത്. നേരത്തെ ജൂലൈ 27 പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം വാഹന ഉടമകൾ 30 ദിവസത്തിനകം രജിസ്ട്രേഷൻ പുതുക്കണമെന്നായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. ഇത് ഇന്നലെ അവസാനിച്ച സാഹചര്യത്തിലാണ് പുതിയ ഉത്തരവ്. പുതിയ നിർദ്ദേശത്തോടെ വാഹനങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാൻ സാവകാശം ലഭിക്കും. വാഹന ഉടമകൾക്ക് നിയമ നടപടികൾ ഒഴിവാക്കാനുള്ള സമയവും ഉണ്ടാകും. രജിസ്ട്രേഷൻ പുതുക്കാത്ത വാഹന ഉടമകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പുതുക്കാത്ത വാഹനങ്ങൾ രജിസ്ട്രിയിൽ നിന്ന് നീക്കം ചെയ്യുമെന്നായിരുന്നു ലൈസൻസ് വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. വാഹനങ്ങൾക്ക് മേലുള്ള ട്രാഫിക് പിഴകൾ ഒടുക്കിയാലേ രജിസ്ട്രേഷൻ പുതുക്കാനാകൂ. രാജ്യത്ത് ഗതാഗത നിയമങ്ങളും ചട്ടങ്ങളും ലംഘിക്കുന്ന വാഹന ഉടമകൾക്കെതിരെ ശക്തമായ നടപടികളാണ് അധികൃതർ സ്വീകരിച്ചു വരുന്നത്. ഇതിന്റെ തുടർച്ചയാണ് രജിസ്ട്രേഷൻ പുതുക്കാനുള്ള നടപടികൾ. മീഡിയ 1 ദോഹ. കുവൈത്തിൽ സ്വകാര്യ മേഖലയിലെ തൊഴിലവസരങ്ങളിൽ സ്വദേശികളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ പുതിയ നടപടികളുമായി പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ. മിനിമം വേതനത്തിൽ പുതുക്കൽ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ മന്ത്രിസഭയ്ക്ക് സമർപ്പിച്ചു. പണപ്പെരുപ്പം കണക്കിലെടുത്ത് 5 വർഷത്തിലൊരിക്കൽ കുവൈത്ത് തൊഴിലാളികളുടെ മിനിമം വേതനം നിശ്ചയിക്കാനാണ് പദ്ധതി. ചില ജോലികൾ സ്വദേശികൾക്കായി മാത്രമായി സംവരണം ചെയ്യും. തൊഴിലവസരങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കിക്കൊണ്ട് കുവൈത്ത് വൽക്കരണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. പുതിയ നടപടികൾ മലയാളികളടക്കമുള്ള പ്രവാസി തൊഴിലാളികളെ നേരിട്ട് ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോൾ നൽകേണ്ട ഫോട്ടോ സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങളുമായി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ്. സെപ്റ്റംബർ 1 മുതൽ പുതിയ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഫോട്ടോകൾ മാത്രമേ പാസ്പോർട്ട് അപേക്ഷയ്ക്ക് ഒപ്പം സ്വീകരിക്കൂ എന്ന് കോൺസുലേറ്റ് അറിയിച്ചു. അസ്വീകാര്യമായ ഫോട്ടോകളുടെയും സ്വീകാര്യമായ ഫോട്ടോകളുടെയും ഉദാഹരണ സഹിതമാണ് കോൺസുലേറ്റ് പുതിയ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചത്. തലയും തോൾഭാഗവും ഉൾപ്പെടുന്ന ക്ലോസപ്പ് കളർ ചിത്രമായിരിക്കണം പാസ്പോർട്ട് ഫോട്ടോ. ഫിൽറ്ററോ എഡിറ്റിങ്ങോ പാടില്ല. പശ്ചാത്തലം വെള്ള നിറമായിരിക്കണം. കണ്ണുകളടക്കമുള്ള ബയോമെട്രിക് വിവരങ്ങൾ കൃത്യമായി ലഭിക്കാൻ ക്യാമറയിലേക്ക് നേരിട്ട് നോക്കുന്ന വിധത്തിലായിരിക്കണം ചിത്രം. മുഖമോ കണ്ണുകളോ മറയ്ക്കുന്ന വിധത്തിൽ മുടി വീണ് കിടക്കരുത്. കണ്ണിലെ കൃഷ്ണമണിയിൽ നിഴലോ പ്രതിബിംബങ്ങളോ പാടില്ല. മുഖത്ത് വെളിച്ചക്കുറവോ നിഴലോ ഉണ്ടാകരുതെന്നും വാ തുറന്നു പിടിച്ചുള്ള ചിത്രങ്ങൾ അംഗീകരിക്കില്ലെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. ക്യാമറയുടെ ഏതാണ്ട് 1.5 മീറ്റർ അകലിൽ നിന്നും എടുത്ത ചിത്രങ്ങളാണ് കൂടുതൽ ഉചിതം. മുഖഭാവം സാധാരണ നിലയിലായിരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. പാസ്പോർട്ടിലെ ചിത്രങ്ങളെക്കുറിച്ച് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ നേരത്തെ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവനുസരിച്ചാണ് പുതിയ മാനദണ്ഡം കോൺസുലേറ്റ് പുറപ്പെടുവിച്ചത്. മീഡിയ 1 ദുബായ്. സെപ്റ്റംബർ മുതൽ പാസ്പോർട്ട് അപേക്ഷകളിൽ ICAO മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഫോട്ടോകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് കുവൈത്തിലെ ഇന്ത്യൻ എംബസി. അപേക്ഷയോടൊപ്പം സമർപ്പിക്കുന്ന ഫോട്ടോ കളറായിരിക്കണം. 80 മുതൽ 85% വരെ വിസ്തൃതിയിൽ മുഖം തെളിയിക്കണമെന്നും പശ്ചാത്തലം വെളുത്തതും നിഴലോ പ്രതിഫലനങ്ങളോ ഇല്ലാത്തതാകണമെന്നും അധികൃതർ പറഞ്ഞു. കണ്ണുകൾ തുറന്നും വ്യക്തവുമായിരിക്കണം. സോഫ്റ്റ്വെയർ വഴി എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ സ്വീകരിക്കില്ല. മതപരമായ കാരണങ്ങളല്ലാതെ ശിരോവസ്ത്രം അനുവദനീയമല്ല എന്നും എംബസി വ്യക്തമാക്കി. ദോഹ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്ന യാത്രക്കാർക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. വിമാനത്താവളത്തിൽ തിരക്ക് കൂടുന്ന സാഹചര്യത്തിലാണ് നടപടി. വിമാനം ഇറങ്ങിയത് മുതൽ പുറത്തു കടക്കുന്നത് വരെയുള്ള കാര്യങ്ങളാണ് അധികൃതർ വിശദീകരിച്ചത്. വേനൽ അവധി അവസാനിച്ച് പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതോടെ പ്രവാസികൾ ഒന്നിച്ച് തിരിച്ചെത്തുന്ന സാഹചര്യത്തിലാണ് യാത്രക്കാർക്കായി വിമാനത്താവള അധികൃതർ സൗകര്യങ്ങൾ ഉറപ്പു നൽകിയത്. തിരിച്ചെത്തുന്ന യാത്രക്കാരുടെ ബാഗേജുകൾ എടുക്കാൻ കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് യാത്രക്കാർ അവരുടെ ബാഗേജ് ടാഗുകൾ ഉറപ്പുവരുത്തേണ്ടതാണ്. സഹായങ്ങൾക്കായി അറൈവൽസ് ഹാളിൽ ബാഗേജ് സർവീസസ് ഓഫീസുമായി ബന്ധപ്പെടാം. ഇമിഗ്രേഷൻ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് ഇ-ഗേറ്റ് സംവിധാനം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. യാത്രക്കാർക്ക് ദോഹ നഗരത്തിലെത്താൻ
വ്യത്യസ്ത ഗതാഗത സംവിധാനങ്ങൾ ആശ്രയിക്കാം. ബസ്, ടാക്സി പവലിയനുകൾ, മെട്രോ സ്റ്റേഷൻ, കാർ പാർക്കിംഗ്, കാർ റെന്റൽ, ലിമോസിൻ സർവീസ് എന്നിവ ഇതിനായി ഉപയോഗിക്കാനാകും. അറൈവൽസ് ഹാളിന് എതിർവശത്തുള്ള പാർക്കിംഗ് സ്ഥലത്ത് റൈഡ് ഹെയിലിംഗ് സേവനങ്ങളായ ഉബർ, ബഗ്രോ എന്നിവയ്ക്കായി പ്രത്യേക പിക്കപ്പ് സോൺ ഉണ്ട്. ഇതുകൂടാതെ യാത്രക്കാർക്ക് ദോഹ മെട്രോയും തിരഞ്ഞെടുക്കാം. മെട്രോ സ്റ്റേഷനിലെത്താൻ എയർപോർട്ടിനുള്ളിലൂടെ കുറഞ്ഞ ദൂരം നടന്നാൽ മതി. നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളെയെല്ലാം മെട്രോ ബന്ധിപ്പിക്കുന്നുണ്ട്. അറൈവൽസ് ഹാളിന്റെ ഓരോ കോണിലുമുള്ള നിശ്ചിത പവലിയനുകളിൽ അംഗീകൃത ടാക്സികളും ബസ്സുകളും ലഭ്യമാണെന്നും അധികൃതർ അറിയിച്ചു. മീഡിയ 1, ദോഹ. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായി പുതിയ മാർഗരേഖകൾ പുറത്തിറക്കിയ സൗദി സ്കൂളുകൾ. വിവിധ പരിശീലന സെഷനുകൾ അടങ്ങിയ 2 മാനുവലുകളാണ് ഇതിനായി പുറത്തിറക്കിയത്. നാഷണൽ സെന്റർ ഫോർ മെന്റൽ ഹെൽത്ത് പ്രൊമോഷന്റെ ഭാഗമായാണ് പദ്ധതി. സ്കൂളുകളിൽ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി. നാഷണൽ സെന്റർ ഫോർ മെന്റൽ ഹെൽത്ത് പ്രൊമോഷന്റെ ഭാഗമായാണ് തീരുമാനം. വിദ്യാഭ്യാസ മന്ത്രാലയവുമായി സഹകരിച്ചായിരിക്കും പരിശീലനം. വിവിധ പരിശീലന സെഷനുകൾ അടങ്ങിയ 2 മാനുവലുകളാണ് ഇതിനായി പുറത്തിറക്കിയത്. മനഃശാസ്ത്രപരമായ വെല്ലുവിളികളെ നേരിടുന്നതിനുള്ള പഠനം, മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം, പ്രായോഗിക കൗൺസിലിംഗ് രീതികൾ തുടങ്ങിയവയാണ് മാനുവലിലെ ഉള്ളടക്കം. പദ്ധതിയുടെ ഭാഗമായി അധ്യാപകർക്കും സ്കൂൾ കൗൺസിലർമാർക്കും പുതിയ ഉപകരണങ്ങളും നൽകും. ലോകാരോഗ്യ സംഘടന, യുണിസെഫ് എന്നിവയുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും പദ്ധതി നടപ്പാക്കുക. സുരക്ഷിതവും ആരോഗ്യകരവുമായ പഠന പരിസ്ഥിതി ഒരുക്കുകയാണ് ലക്ഷ്യം. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. സൗദിയിലെ ജിസാനിലെ മലയോര മേഖലയിൽ കനത്ത മഴയിൽ വൻ നാശനഷ്ടം. നിരവധി വാഹനങ്ങൾ മലവെള്ളപ്പാച്ചിലിൽ കുടുങ്ങി. ഇന്ന് രാത്രി വരെ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. പെരുമഴയാണ് ഇന്നലെ ജീസാൻ അസീർ മലയോര മേഖലയിലുണ്ടായത്. കുറഞ്ഞ സമയത്തിനകം വാരിക്കോരി പെയ്ത മഴയിൽ വാദികളും റോഡുകളും നിറഞ്ഞൊഴുകി. മുഹായിൽ ഗവർണറേറ്റിലെ ചില ഭാഗങ്ങളിൽ വാഹനങ്ങൾ ഇക്കാണും വിധം ഒഴുകിപ്പോയി. വാഹനത്തിൽ കുടുങ്ങിയവരെ ജനങ്ങൾ കൂടി രംഗത്തിറങ്ങിയാണ് രക്ഷപ്പെടുത്തിയത്. നേരം പുലർന്നതോടെ ഇതായിരുന്നു ചിത്രം. മലയോര മേഖലയായ ഫൈഫയിൽ ഉൾപ്പെടെ പല ഭാഗത്തും ഗതാഗതം തടസ്സപ്പെട്ടു. ബെയ്ഷ്, കുൻഫുദ, അബഹ തുടങ്ങി പല ഭാഗങ്ങളിലും മഴ എത്തിയിട്ടുണ്ട്. ഇന്ന് നജ്റാനിലും മഴ പെയ്തു. പുലർച്ചെ വരെ സിവിൽ ഡിഫൻസ് സൗദിയുടെ മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. സൗദിയിൽ സൈബർ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതായ റിപ്പോർട്ടുകൾ. ഈ വർഷം ആദ്യ പകുതിയിൽ മാത്രം 2.25 ലക്ഷത്തോളം ആക്രമണങ്ങളാണ് ഉണ്ടായത്. സാധാരണക്കാർ മുതൽ രാജ്യത്തിന്റെ സുപ്രധാന മേഖലകൾ വരെ ലക്ഷ്യം വെച്ചുള്ളതാണ് പുതിയ ആക്രമണങ്ങൾ. AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് പുതിയ ആക്രമണങ്ങൾ. കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് ശബ്ദവും മുഖവും പകർത്തും. തുടർന്ന് സുഹൃത്തെന്നോ കുടുംബാംഗമെന്നോ സഹപ്രവർത്തകനെന്നോ തോന്നിപ്പിച്ചുകൊണ്ടാണ് സാധാരണക്കാർക്ക് നേരെ നടക്കുന്ന പുതിയ തട്ടിപ്പുകൾ. ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നവർ പോലും ചതിക്കപ്പെടും. ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായ നിരവധി ആക്രമണങ്ങളാണ് കഴിഞ്ഞ മാസങ്ങളിൽ സൗദിയിൽ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നെറ്റ് സ്കൗട്ട് സിസ്റ്റംസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്തിന്റെ സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങളെപ്പോലും തകരാറിലാക്കാൻ ശേഷിയുള്ള സൈബർ ആക്രമണങ്ങളാണ് സൗദിക്ക് നേരെയുണ്ടായത്. ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ മാത്രം 2,70,000-ലധികം സൈബർ ആക്രമണങ്ങൾ സൗദിയിൽ റിപ്പോർട്ട് ചെയ്തു. ഇത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ഉയർന്നതും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയതുമായ ആക്രമണങ്ങളാണ്. ഏകദേശം ഓരോ 90 സെക്കൻഡിലും ഒരു സൈബർ ആക്രമണം എന്ന തോതിൽ ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. AI സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള പുതിയ ആക്രമണങ്ങളെ നേരിടാൻ പരമ്പരാഗത പ്രതിരോധ സംവിധാനങ്ങൾ പര്യാപ്തമല്ലെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. സൈബർ ഭീഷണികൾ നേരിടുന്നതിന് സ്ഥാപനങ്ങളും രാജ്യങ്ങളും തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കണമെന്നും നെറ്റ് സ്കൗട്ട് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജ് ഒരുക്കങ്ങൾ സജീവമാക്കി സൗദി അറേബ്യ. 40 വകുപ്പ് മേധാവിമാരുടെ നേതൃത്വത്തിൽ മക്കയിൽ യോഗം ചേർന്നു. കഴിഞ്ഞ വർഷത്തെ ഹജ്ജ് പദ്ധതി വൻ വിജയമായിരുന്നുവെന്ന് യോഗം വിലയിരുത്തി. മക്ക മേഖലാ ഡെപ്യൂട്ടി അമീറിന്റെ നേതൃത്വത്തിലായിരുന്നു 40 സർക്കാർ ഏജൻസികളെ വിളിച്ച് ഒരുക്കങ്ങൾ വിലയിരുത്തിയത്. ഹജ്ജ് അവസാനിച്ചതു മുതൽ അടുത്ത ഹജ്ജിലേക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ വർഷം അനധികൃത തീർത്ഥാടനം കുറയ്ക്കാനും തരീഖ് മക്ക പദ്ധതി വ്യാപിപ്പിക്കാനും സാധിച്ചതായി വിലയിരുത്തി. മിന, അറഫ, മുസ്ദലിഫ പരിസരങ്ങളിൽ കൂളിംഗ് സംവിധാനം മികച്ചതാക്കി.
ഭക്ഷ്യവിഷബാധയോ പകർച്ചവ്യാധികളോ ഹജ്ജിൽ റിപ്പോർട്ട് ചെയ്തില്ല. ആരോഗ്യ മേഖലയിൽ മികച്ച സംവിധാനങ്ങൾ ഒരുക്കി. ശുചിത്വ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനായി 79 പുതിയ പദ്ധതികൾ നടപ്പിലാക്കി. 604 പദ്ധതികൾ നവീകരിക്കാനും കഴിഞ്ഞു. ഇതിന്റെ ഫലമായിരുന്നു ഹജ്ജിന്റെ മികച്ച വിജയം. ഹജ്ജിനെത്തിയ തീർത്ഥാടകരുടെ സംതൃപ്തി സൂചിക ചരിത്രത്തിലെ റെക്കോർഡ് നേട്ടം കൈവരിച്ചു. സംതൃപ്തി നിരക്കിൽ 91% ഉയർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ മികച്ച ഒരുക്കങ്ങൾ ഇത്തവണ പൂർത്തിയാക്കുന്നത്. മീഡിയ 1 ജിദ്ദ. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പരിശോധന കർശനമാക്കി സൗദി അറേബ്യ. നിയമം ലംഘിച്ച 54 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിയാണ് പരിശോധന ശക്തമാക്കിയത്. 6000 പരിശോധനകളാണ് രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിലായി പൂർത്തിയാക്കിയത്. നിയമം ലംഘിച്ച 54 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. രോഗബാധിതമായ 40 ടൺ കോഴിയും പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. സാൽമോണോലോ ബാക്ടീരിയ അടങ്ങിയ കോഴിയാണ് കണ്ടെത്തിയത്. മുഴുവൻ കോഴിയും തിരിച്ചയച്ചു. 4600-ലധികം സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. ആകെ 1137 നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. 1000 സാമ്പിളുകളാണ് നിലവാര പരിശോധനയ്ക്കായി ശേഖരിച്ചത്. കാലാവധി കഴിഞ്ഞ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ, അഴുകിയ ഭക്ഷ്യവസ്തുക്കൾ, ലൈസൻസ് ഇല്ലാതെ പ്രവർത്തനം തുടങ്ങിയവയാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. മീഡിയ 1 റിയാദ്. വേനൽക്കാല നിയന്ത്രണങ്ങൾ അവസാനിച്ചതോടെ കുവൈത്തിൽ മോട്ടോർ സൈക്കിൾ ഡെലിവറി സർവീസുകൾ സെപ്റ്റംബർ 1 പുനരാരംഭിക്കും. ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റും മാൻപവർ അതോറിറ്റിയും ചേർന്നാണ് തീരുമാനം പുറപ്പെടുവിച്ചത്. തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി ജൂൺ 1 മുതൽ ആഗസ്റ്റ് 31 വരെ ചൂട് സമയങ്ങളിൽ വിലക്കുണ്ടായിരുന്നു. പുതിയ തീരുമാനപ്രകാരം രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെ ബൈക്കുകൾ റെസിഡൻഷ്യൽ ഏരിയകളിൽ പ്രവർത്തിക്കാം. എന്നാൽ ഹൈവേകളിലും റിംഗ് റോഡുകളിലും വിലക്ക് തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. അബുദാബി കോർണിഷിൽ പുതിയ നൈറ്റ് ബീച്ച് തുറന്നു. നീന്തലിനൊപ്പം വോളിബോൾ, ബാസ്കറ്റ്ബോൾ, ഫുട്ബോൾ തുടങ്ങിയ കായിക വിനോദങ്ങൾക്കും ബീച്ചിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. വാരാന്ത്യങ്ങളിൽ അർദ്ധരാത്രി വരെയും മറ്റുള്ള ദിവസങ്ങളിൽ രാത്രി 10 വരെയും ബീച്ച് തുറന്നിരിക്കും. ലൈഫ് ഗാർഡ്, പ്രഥമ ശുശ്രൂഷ സേവനങ്ങൾ തുടങ്ങി മികച്ച സൗകര്യങ്ങളാണ് ബീച്ചിൽ ഒരുക്കിയിരിക്കുന്നത്. പരിഹാര നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയതിന് പിന്നാലെ ദോഹയിലെ എലൈറ്റ് മോട്ടോർ കോർപ്പറേഷൻ വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. വാണിജ്യ വ്യവസായ മന്ത്രാലയമാണ് അനുമതി നൽകിയത്. സ്ഥാപനത്തിന് ചുമത്തിയ പിഴ തീർപ്പാക്കിയതായും സ്പെയർ പാർട്സുകൾ എത്തിച്ചതായും മന്ത്രാലയം അറിയിച്ചു. വിൽപ്പനാനന്തര സേവനങ്ങൾ ഉറപ്പാക്കിയില്ല എന്ന പരാതിയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരമായിരുന്നു സ്ഥാപനത്തിനെതിരെ നടപടി സ്വീകരിച്ചത്. ഖത്തറിൽ ഒരാഴ്ചയ്ക്കിടെ രജിസ്റ്റർ ചെയ്തത് 308 ദശലക്ഷം റിയാൽ മൂല്യമുള്ള റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ. ജസ്റ്റിസ് മന്ത്രാലയത്തിന് കീഴിലെ റിയൽ എസ്റ്റേറ്റ് രജിസ്ട്രേഷൻ വകുപ്പാണ് കണക്ക് പുറത്തുവിട്ടത്. ദോഹ, ലുസൈൽ, അൽവക്ര, പേൾ മേഖലയിലാണ് കൂടുതൽ ഇടപാടുകൾ. ഈ വർഷം ഏപ്രിലിലെ കണക്കുകൾ പ്രകാരം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് ഏകദേശം 13% വർധനയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. PDP പ്രവാസി സംഘടനയായ PCF 25ാം വാർഷികം ആഘോഷിക്കുന്നു. PCF UAE നാഷണൽ കമ്മിറ്റി ഇതിനായി ലോഗോ പുറത്തിറക്കി. അബുദാബിയിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ കോതച്ചിറ ലോഗോ പ്രകാശനം ചെയ്തു. 6 മാസം നീണ്ടുനിൽക്കുന്ന ആഘോഷങ്ങൾക്ക് സെപ്റ്റംബർ 14 ദുബൈയിൽ തുടക്കമാകും. സാബു കൊട്ടാരക്കര യോഗം ഉദ്ഘാടനം ചെയ്തു. ജലീൽ കടവ്, ഇല്യാസ് തലശ്ശേരി, ഇസ്മായിൽ നന്നമ്പ്ര തുടങ്ങിയവർ സംസാരിച്ചു. പോലീസ് ഉദ്യോഗസ്ഥനെന്ന വ്യാജേന വാഹനങ്ങളും കടകളും കൊള്ളയടിച്ചയാളെ കുവൈത്ത് പോലീസ് പിടികൂടി. ഹവല്ലി ഗവർണറേറ്റിലെ സാൽമിയ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മോഷ്ടിച്ച ലൈസൻസ് പ്ലേറ്റ് ഉള്ള വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് ഇയാൾ പിടിയിലായത്. ഇയാളിൽ നിന്ന് സൈനിക യൂണിഫോമുകൾ, ID കാർഡുകൾ, വിലങ്ങുകൾ, കളിത്തോക്ക് തുടങ്ങിയവ പിടിച്ചെടുത്തു. കുവൈത്ത് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന ഹമീദ് കേളോത്തിനും കുടുംബത്തിനും കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ യാത്രയയപ്പ് നൽകി. അബ്ബാസിയ എവർഗ്രീൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ രാകേഷ് പറമ്പത്ത് അധ്യക്ഷത വഹിച്ചു. പരേഷ് പാട്ടിദാർ മുഖ്യാതിഥിയായിരുന്നു. നജീബ് TK, ജില്ലാ ഭാരവാഹികൾ, വനിതാവേദി പ്രതിനിധികൾ എന്നിവർ ആശംസകൾ നേർന്നു. ഒമാൻ ഇന്ത്യൻ എംബസി കോൺസുലർ ക്യാമ്പ് ഓപ്പൺ ഹൌസ് ശനിയാഴ്ച സഹമിൽ നടക്കും. ഇന്ത്യൻ അംബാസഡർ GB ശ്രീനിവാസ് പങ്കെടുക്കും. വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെയാണ് ക്യാമ്പ്. സോഹാർ ഇന്റർനാഷണൽ മെഡിക്കൽ സെന്റർ ഹാളിലാണ് ക്യാമ്പ്. കമ്മ്യൂണിറ്റി വെൽഫെയർ, പാസ്പോർട്ട്, വിസ അറ്റസ്റ്റേഷൻ, കോൺസുലർ സേവനങ്ങൾ, പരാതികൾ എന്നിവയ്ക്ക് സൗകര്യമുണ്ടായിരിക്കും. ഇന്ത്യൻ പൗരന്മാർക്ക് കൌൺസിലർ സേവനം ഉപയോഗപ്പെടുത്തി തങ്ങളുടെ പരാതികൾ ക്യാമ്പിൽ ഉന്നയിക്കാനാകും.
ഒമാനിലെ ഇന്ത്യൻ അംബാസഡർ GV ശ്രീനിവാസ് ഇന്ത്യൻ സ്കൂൾ ഹസബ് സന്ദർശിച്ചു. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി, പ്രിൻസിപ്പൽ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവർ അംബാസഡറെ സ്വീകരിച്ചു. സ്കൂളിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം അംബാസഡർ നിർവഹിച്ചു. അക്കാദമിക മികവും സമഗ്ര വികസനവും വളർത്തുന്നതിൽ സ്കൂൾ മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ പരിശ്രമങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ പരിപാടികളും നടന്നു. ദമാം JK സ്ട്രൈക്കേഴ്സ് ക്രിക്കറ്റ് കൂട്ടായ്മ വാർഷികവും ആദരവും സംഘടിപ്പിക്കുന്നു. വെള്ളിയാഴ്ച ദമാമിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കേരള ക്രിക്കറ്റ് ലീഗ് ചെയർമാൻ നാസർ മച്ചാൻ മുഖ്യാതിഥിയാകും. കൂട്ടായ്മയ്ക്ക് കീഴിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കളിക്കാരെ ചടങ്ങിൽ ആദരിക്കും. പരിപാടിയിൽ പ്രവിശ്യയിലെ ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തന രംഗത്തുള്ളവരെ ആദരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൂട്ടായ്മയ്ക്ക് കീഴിൽ മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ 12 ടീമുകളെ പങ്കെടുപ്പിച്ച് നവംബറിൽ ടൂർണമെന്റ് സംഘടിപ്പിക്കും. UAE-യിലെ സർക്കാർ സ്കൂളുകളിൽ മൊബൈൽ ഫോണിന് വിലക്ക് ഏർപ്പെടുത്തി. വിദ്യാഭ്യാസ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. അതേസമയം വിദ്യാർത്ഥികളുടെ ഫോൺ പിടിച്ചെടുക്കുന്നതിനും പരിശോധിക്കുന്നതിനും മന്ത്രാലയം കൃത്യമായ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചു. ഫോൺ പിടിച്ചെടുക്കുമ്പോൾ ഇതിനായി പരിശോധന നടത്തുമ്പോഴും വിദ്യാർത്ഥിയുടെ സ്വകാര്യതയെ ബാധിക്കരുതെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചു. പ്രിൻസിപ്പൽമാർക്ക് മന്ത്രാലയം ഇത് സംബന്ധിച്ച് സർക്കുലറും അയച്ചിട്ടുണ്ട്. സൗദിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ഫ്ലാറ്റ് 50 ഓഫറിന് തുടക്കമായി. എല്ലാ വിഭാഗം ഉൽപ്പന്നങ്ങളും 50% വിലക്കുറവിൽ ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാൻ അവസരമൊരുക്കിയാണ് മേള. വൻ തിരക്കാണ് മേളയോടനുബന്ധിച്ച് ലുലു ഔട്ട്ലെറ്റുകളിൽ അനുഭവപ്പെടുന്നത്. ഈ വർഷത്തെ സൗദി ലുലുവിന്റെ ഏറ്റവും വലിയ ഓഫർ മേളയ്ക്ക് തുടക്കമായി. ലുലു ഓൺ സെയിലിന്റെ ഭാഗമായാണ് വമ്പിച്ച വിലക്കുറവിൽ മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങൾ മുതൽ ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, ഫാഷൻ ഉൽപ്പന്നങ്ങൾക്കും വിലക്കുറവ് ലഭ്യമാണ്. വളരെ നല്ല ഓഫറാണ്. നമ്മളിപ്പോൾ കുറച്ച് സാധനം വാങ്ങിക്കണം എന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഓഫർ കണ്ടപ്പോൾ പിന്നെ ഒരുപാട് പർച്ചേസ് ചെയ്തു. എല്ലാം കൊണ്ട് ഇപ്പോൾ വെജിറ്റബിൾസിലായി കഴിഞ്ഞാൽ, ഗ്രോസറിയിലായി കഴിഞ്ഞാൽ നല്ല ഓഫറാണ്. എല്ലാവർക്കും വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സമയമാണ് ഇപ്പോൾ. 50% വരെ വിലക്കുറവിൽ സാധനങ്ങൾ സ്വന്തമാക്കാമെന്നതാണ് മേളയുടെ പ്രത്യേകത. ഇന്നത്തെ ബുക്ക്ലെറ്റ് എടുത്ത് നോക്കിയപ്പോഴാണ് വളരെ ആദ്യമായിട്ടാണുള്ള അനുഭവം. ലാസ്റ്റ് ഇയറിലായിരുന്നു ഇതേപോലെ 50% ഓഫർ. കറൻ്റ്ലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഓഫറായിരുന്നു. ഇന്നലെ മുതൽ മേളയ്ക്ക് തുടക്കമായതോടെ ലുലു ഔട്ട്ലെറ്റുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അത്യാവശ്യം നല്ല ഓഫറുണ്ട്. ഇപ്പോൾ വന്നപ്പോഴാണ് അറിഞ്ഞത് 50% ഓഫർ ഉണ്ടെന്ന്. ഇപ്പം 50% ഓഫർ നടക്കുമല്ലേ. ഇപ്പം ഗ്രോസറി ഐറ്റംസ് ആയാലും ഫിഷ് ആയാലും എല്ലാത്തിനും നല്ല ഓഫറൊക്കെ ഉണ്ട്. നല്ല കളക്ഷൻസും ഉണ്ട്, നല്ല രീതിയിൽ ഓഫറും ഉണ്ട്. സാരിക്കൊക്കെ നല്ല വിലക്കുറവുണ്ട്, നല്ല സാരി കളക്ഷൻസും ഉണ്ട്. പിന്നെ ഗ്രോസറീസ്, ഫുഡ് ഐറ്റംസിനൊക്കെ ആണെങ്കിലും വെജിറ്റബിൾസിനൊക്കെ ആണെങ്കിലും നല്ല ഓഫേഴ്സ് ഉണ്ട്. എല്ലാവരും വരിക. പൊതുവെ ഞങ്ങൾ എല്ലാ കടകളിലും മാറി മാറി പോകാറുള്ളതാണ്. ഇപ്പോൾ ലുലു വന്നപ്പോൾ അത്യാവശ്യം നല്ലപോലെ സെലക്ഷനുണ്ട്, ക്വാളിറ്റിയുള്ള സാധനങ്ങളുണ്ട്. ഞങ്ങൾ ലുലുവിൻ്റെ സ്ഥിരം കസ്റ്റമറാണ്. ഇപ്പോൾ നല്ല ഓഫറാണ്. ഇപ്പോൾ 50% ഡിസ്കൗണ്ട് ഉണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കാണ് കൂടുതലും നല്ല ഡിസ്കൗണ്ട് ഉണ്ട്. മേള ഈ മാസം 30 വരെ നീണ്ടു നിൽക്കും. മീഡിയ 1 ദമാം. അംഗങ്ങൾക്ക് ചികിത്സാനുകൂല്യത്തിനായി റൂവി അബീർ ഹോസ്പിറ്റലുമായി ധാരണാപത്രം ഒപ്പുവെച്ച ഒമാനിലെ റൂവി മലയാളി അസോസിയേഷൻ. RMA പ്രസിഡന്റ് ഫൈസൽ ആലുവയും അബീർ ഹോസ്പിറ്റൽ ഡയറക്ടർ മുഹമ്മദ് ഹാരിസുമാണ് കരാർ ഒപ്പുവെച്ചത്. ഇതോടെ ഇളവുകൾക്കായി റൂവി മലയാളി അസോസിയേഷനുമായി സഹകരിക്കുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം 25-ലെത്തിയതായി ഭാരവാഹികൾ പറഞ്ഞു. നബിദിനം പ്രമാണിച്ച് ബഹ്റൈനിൽ സെപ്റ്റംബർ 4 വ്യാഴാഴ്ച അവധി പ്രഖ്യാപിച്ചു. രാജ്യത്തെ മന്ത്രാലയങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അവധിയായിരിക്കും. കിരീടാവകാശിയുടെ ഓഫീസാണ് ഇത് സംബന്ധിച്ച് സർക്കുലർ പുറത്തിറക്കിയത്. മലയാളി നഴ്സ് ബഹ്റൈനിൽ മരിച്ചു. കോട്ടയം പാലാ സ്വദേശി അനു റോസ് ജോഷിയാണ് മരിച്ചത്. 25-കാരിയായ അനു ബഹ്റൈനിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരണം.
UAE നാഷണൽ ബാങ്ക് ഓഫ് ഫുജൈറയും ധനവിനിമയ സ്ഥാപനമായ ലുലു എക്സ്ചേഞ്ചും കൈകോർക്കുന്നു. UAEയുടെ വിവിധ എമിറേറ്റുകളിൽ NBFന്റെ ഏജൻസി ബാങ്കിംഗ് സേവനങ്ങൾ ലുലു എക്സ്ചേഞ്ച് ശാഖകൾ വഴി ലഭ്യമാക്കാനാണ് കരാർ. ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ് മാനേജിംഗ് ഡയറക്ടർ അദീബ് അഹമ്മദിന്റെ സാന്നിധ്യത്തിൽ ലുലു എക്സ്ചേഞ്ച് CEO തമ്പി സുദർശനൻ, നാഷണൽ ബാങ്ക് ഓഫ് ഫുജൈറ CEO അദിനാൻ എന്നിവരാണ് കരാറിൽ ഒപ്പുവെച്ചത്. NBFന് UAEയിൽ ഉടനീളം 17 ശാഖകളാണുള്ളത്. ഇനി മുതൽ ലുലു എക്സ്ചേഞ്ചിന്റെ 142 കേന്ദ്രങ്ങൾ വഴിയും NBF ഉപഭോക്താക്കൾക്ക് സേവനങ്ങൾ ലഭ്യമാക്കാനാണ് ധാരണ. ഇതിന്റെ ആദ്യഘട്ടമായി ലുലു എക്സ്ചേഞ്ചിന്റെ 12 ശാഖകളിൽ നാഷണൽ ബാങ്ക് ഓഫ് ഫുജൈറയുടെ ATM, CDM മെഷീനുകൾ സ്ഥാപിക്കും. ഭാവിയിൽ ബാങ്കിന്റെ കൂടുതൽ സേവനങ്ങൾ ലുലു എക്സ്ചേഞ്ച് ശാഖകൾ വഴി ലഭ്യമാക്കാൻ കഴിയുമെന്ന് അധികൃതർ പറഞ്ഞു. മീഡിയ 1, ദുബായ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ആത്മകഥ വിശ്വാസപൂർവ്വം അടിസ്ഥാനമാക്കി ICF പബ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അന്താരാഷ്ട്ര ബുക്ക് ടെസ്റ്റ് സംഘടിപ്പിക്കുന്നു. ആഗസ്റ്റ് 29-30 ദിവസങ്ങളിൽ വിവിധ രാജ്യങ്ങളിലെ 100-ലധികം കേന്ദ്രങ്ങളിൽ ടെസ്റ്റ് നടക്കും. രജിസ്റ്റർ ചെയ്ത 100 കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുക്കും.